നമ്മളൊരു റെസിഡൻഷ്യൽ പ്രോജക്റ്റിൽ ഒരു വീടോ ഫ്ലാറ്റോ വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് എല്ലാവരും അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ബിൽഡറുടെ ട്രാക്ക് റെക്കോർഡ് നോക്കണം എന്ന്. എങ്ങനെയാണ് ഒരു ബിൽഡറുടെ ട്രാക്ക് റെക്കോർഡ് നോക്കേണ്ടത്? പ്രധാനമായിട്ടും നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ട്രാക്ക് റെക്കോർഡ് അല്ലെങ്കിൽ ബ്രാൻഡ്, ഈ കാര്യങ്ങൾക്കൊക്കെ അതിൻ്റെതായ വാല്യൂ ഉണ്ട്. അത് സ്വാഭാവികമായിട്ടും ഈ വിലയിലും റിഫ്ലക്ട് ചെയ്യും. അപ്പോൾ നമ്മളൊരു ബിൽഡറുടെ ബ്രാൻഡോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പേരോ വെച്ചിട്ട് മാത്രമല്ല ഈ ട്രാക്ക് റെക്കോർഡ് നോക്കേണ്ടത്. ഇപ്പോൾ പല സെഗ്മെന്റിലും നടക്കുന്നത് പോലെ ഒരു ഗ്രൂപ്പിനെ വേറൊരു കമ്പനിയോ അല്ലെങ്കിൽ വേറെ വ്യക്തികളോ ടേക്ക് ഓവർ ചെയ്യുന്ന സംവിധാനമൊക്കെ ഇവിടെയും ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ ഗ്രൂപ്പിലെ അല്ലെങ്കിൽ ഈ ഡെവലപ്പറുടെ അല്ലെങ്കിൽ ഈ പ്രൊമോട്ടറുടെ ടീമിലെ കീ പേഴ്സൺസ് ആരൊക്കെയാണ്, അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ആരൊക്കെയാണ്, ഡയറക്ടേഴ്സ് ആരൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അവരുടെ എക്സ്പീരിയൻസ് എന്താണ്, അവർ മുമ്പ് എന്താണ് ചെയ്തിരുന്നത്, ഈ ഇൻഡസ്ട്രി ആയിട്ടോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ആയിട്ടോ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെന്റ് ആയിട്ടോ ഒക്കെ ഇവർക്കുള്ള ബന്ധം എന്താണ്. ഈ കാര്യങ്ങളാണ് നമ്മൾ ട്രാക്ക് റെക്കോർഡ് എന്ന് പറഞ്ഞ് അന്വേഷിക്കേണ്ടത്. അതല്ലാതെ നമ്മളൊരു ബിൽഡറുടെ പേര് മാത്രം വെച്ചുകൊണ്ട് അവിടെ ഓരോ പ്രോപ്പർട്ടിയെ പറ്റി അന്വേഷിക്കുക എന്ന് പറയുന്നതിൽ ഒരു പരിധിയിൽ കൂടുതൽ പ്രസക്തി അവിടെ ഇല്ല. നിലവിൽ ഇത് ആരാണോ നടത്തുന്നത് അവരുടെ കാര്യങ്ങളാണല്ലോ നമുക്കറിയേണ്ടത്. അപ്പോൾ ട്രാക്ക് റെക്കോർഡ് നോക്കുക എന്ന് പറയുന്നത് നമ്മളൊരു കമ്പനിയുടെ ട്രാക്ക് റെക്കോർഡ് മാത്രമല്ല, അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികളുടെ കൂടി ട്രാക്ക് റെക്കോർഡ് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യേണ്ടതാണ്. അവരെന്താണ് ചെയ്തിരുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കേണ്ടതാണ്. ഇപ്പോൾ ചിലപ്പോൾ കമ്പാരിറ്റീവ്ലി പുതിയ ഒരു കമ്പനി ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അത്രത്തോളം കേട്ട് നമുക്ക് ഫെമിലിയർ അല്ലാത്ത ഒരു ബ്രാൻഡ് ആയിരിക്കും. പക്ഷേ അതിൻ്റെ പുറകിലുള്ള ആളുകൾ ചിലപ്പോൾ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരിക്കും. അവരുടെ ഒരു ടീം എന്ന് പറയുന്നത് അത്രയും കാലത്തെ അനുഭവ സമ്പത്ത് കൊണ്ട് നടക്കുന്നവരായിരിക്കും. അപ്പോൾ അവർ ഇൻവോൾവ് ആയിട്ടുള്ള മറ്റ് പ്രൊജക്ട്സിനെ കുറിച്ചാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അങ്ങനെയല്ലേ നമുക്ക് ഒരു കമ്പാരിറ്റീവ്ലി പുതിയ ബിൽഡറുടെ അല്ലെങ്കിൽ ഒരു പുതിയ ഡെവലപ്പറുടെ പുറകിലേക്കുള്ള ബാക്ക് ഹിസ്റ്ററി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മളൊരു ട്രാക്ക് റെക്കോർഡ് എന്ന് പറയുന്ന ഒരു കാര്യം മനസ്സിലാക്കാനായി.